സൂര്യൻ തോട്ടിലേക്ക് പോകുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞ പോലെ സൂര്യൻ കടലിൽ നിന്ന് പൊങ്ങി വരുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന അശ്വിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് സൺറൈസ് കാണാൻ പോകുന്ന പോക്കാണിത്. സിഡ്നി സിറ്റി എണീറ്റ് വരുന്നേ ഉള്ളൂ. 6 മണിയാകുമ്പോഴത്തേനും ഇവിടുത്തെ കാഫേസ് ഒക്കെ തുറക്കും. എന്നാലും മൊത്തത്തിൽ ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരെ വെച്ച് പിടിച്ചു പോയത് മറൂബ്രയിലാണ്. മറൂബ്രയിൽ പോയിട്ട് നല്ലൊരു സൺറൈസ് കണ്ടു കേട്ടോ. ഇത് നമ്മൾ പോയത് കുറച്ച് ആഴ്ചകൾക്ക് മുന്നായിരുന്നു. സ്പ്രിംഗ് ഒക്കെ ആവുന്നതിന് ഇച്ചിരി മുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും തണുപ്പിനേക്കാളും പ്രശ്നം നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തണുപ്പ് കുറച്ച് കൂടുതൽ തോന്നുമായിരുന്നു. എന്നാലും നല്ലൊരു പ്ലസന്റ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സണ്ണ് ഫുള്ളായിട്ട് പുറത്തു വന്നു. അപ്പോഴത്തേനും ആ ഒരു സ്ഥലം കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഒരു സമയമായതുകൊണ്ട് ഒത്തിരി റണ്ണേഴ്സിനെ നമുക്ക് അവിടെ കാണാൻ പറ്റി കേട്ടോ. പിന്നെ ക്ലൈമറ്റും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂജി ബീച്ചിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കാഫേയിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കോഫിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഓസ്ട്രേലിയയിൽ വെളുപ്പിന് രാവിലെ 6 മണിയാകുമ്പോഴത്തേനും എല്ലാ കാഫേസും തുറന്നിട്ടുണ്ടാവും കേട്ടോ. വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേനും കാഫേസ് അടച്ചിരിക്കും. റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ പിന്നെ ഉണ്ടാവും, 9 മണി 10 മണി വരെയൊക്കെ ഉണ്ടാവും. പക്ഷെ കാഫേസിന്റെ കഥ ഇങ്ങനെയാണ്. ഞങ്ങൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് 2 എന്താ പറഞ്ഞത് എനിക്ക് മറന്നുപോയി, ഓർമ്മയില്ല ഇപ്പം. അതും പിന്നെ ഞാനൊരു ലാറ്റയാണ് പറഞ്ഞത്. അതും കുടിച്ച് നമ്മുടെ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇത് വെളുപ്പിനെ എനിക്ക് തോന്നുന്നു 7 മണിക്ക് മുന്നേ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ കാഫേസ് ഒക്കെ നേരത്തെ തുറങ്ങുന്നതുകൊണ്ടും പിന്നെ ഇവിടുത്തെ ആൾക്കാർ പൊതുവേ നേരത്തെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൾച്ചറാണ് ഇവിടെ ഓസ്ട്രേലിയയിലുള്ളത്. അതുപോലെ ബാക്കിയുള്ള കടകളൊക്കെ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും മോളുകൾ അടക്കം ഇവിടെ അടയ്ക്കും. പക്ഷെ ഗ്രോസറി സ്റ്റോഴ്സ് ഉണ്ടാവും കേട്ടോ. ഒരു 9 മണി 10 മണി വരെയൊക്കെ ഉണ്ടാവും. എല്ലായിടത്തും വർക്ക് ചെയ്യുന്നവർക്കും ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്നുള്ളതുകൊണ്ടാട്ടോ അങ്ങനെ. പക്ഷെ എല്ലാ തേഴ്സ്ഡേയ്സും എല്ലാ കടകളും 9 മണി വരെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് സർക്കിൾ കീയിലോട്ടാണ്. ഇവിടെയാണ് ഓപ്പറ ഹൗസും ഹാർബർ ബ്രിഡ്ജൊക്കെ ഉള്ളത് കേട്ടോ. രാവിലെ ഒരു 7-7:30 സമയമാണ്, ഫെറീസ് ഒക്കെ പോകുന്ന സമയമാണ്. പിന്നെ ഞാനിവിടെ വന്ന് നിങ്ങളെ ഇവനെ കാണിക്കാനാട്ടോ. ഇതാണ് ബെന്നി. സർക്കിൾ കീയുടെ ഓപ്പറ ഹൗസിന്റെ തൊട്ട് പുറകിൽ തന്നെ ബെനലോങ് പോയിന്റിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു സീലാണ് ആ ഒരു സീൽ. അപ്പൊ ബെനലോങ് പോയിന്റിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ആളായതുകൊണ്ടാണ് അവനെ ബെന്നിന്ന് ഇവിടുത്തെ ലോക്കൽസ് വിളിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ സിഡ്നിയുടെ സ്വന്തം ബെന്നി. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ തിരിച്ച് വീട്ടിൽ പോയി. ബൈ.